ഹലോ സിനിഫൈൽസ്, നിങ്ങൾ ലാലേട്ട ഫാനാണോ? ഇവിടെ കമ്മോൺ ചെറിയൊരു പരിപാടിയുണ്ട്. കേരളത്തിൽ എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും റിലീസ് ആകാറുണ്ട്. അതിൽ ഇവിടെ ടോപ്പ് കളക്ഷൻ കിട്ടിയ, അതായത് ഇൻഡസ്ട്രി വൈസ് ടോപ്പ് കളക്ഷൻ കിട്ടിയ സിനിമകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് മോളിവുഡ് തന്നെ നോക്കാം. മലയാള സിനിമയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ലാലേട്ടൻ്റെ തുടരുമാണ്. പുള്ളിയുടെ ഗ്രേറ്റസ്റ്റ് കമ്പാക്ക് ആയ പടം ഏകദേശം 120 കോടി കേരളത്തിൽ നിന്ന് മാത്രം അടിച്ചു. അങ്ങേരുള്ളതുകൊണ്ട് അന്യഭാഷാ നടന്മാരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതേ, അതിൽ പുള്ളിക്ക് ഹാറ്റ്സ് ഓഫ്. ഇനി തൊട്ടടുത്ത തമിഴ്നാട് എടുക്കുവാണെങ്കിൽ നമ്മുടെ ദത്തുപുത്രൻ തളപതി വിജയ് ഇവിടെ നിന്ന് അടിച്ചത് 60 കോടിയാണ് ലിയോ എന്ന് പറയുന്ന സിനിമയിലൂടെ. ഇനി ടോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി, തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ പ്രഭാസ് രാജമൗലി കോമ്പോയിൽ വന്ന ബാഹുബലി 2 ഏകദേശം 75 കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രം അടിച്ചു. ഇനി സാൻഡൽവുഡ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ പ്രശാന്ത് നീൽ യശ് കോമ്പോയിൽ വന്ന KGF 2 അത് ഏകദേശം 68 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി. ഇനി ബോളിവുഡ് എടുക്കുകയാണെങ്കിൽ ബോളിവുഡ് സിനിമകൾക്ക് ഇവിടെ സ്വീകാര്യത പൊതുവെ കുറവാണ്. ഇവിടെ ഈ മനുഷ്യൻ്റെ പേരിൽ ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടി. ജവാൻ ബൈ SRK 13 കോടി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി. ഇനി നമുക്ക് കടൽ കടന്ന് ഹോളിവുഡിലേക്ക് പോകാം. അവിടെ നിന്ന് ഇവിടെ വന്ന് കളക്ഷൻ അടിച്ചത് ജെയിംസ് ക്യാമറോൻ്റെ അവതാർ 2 ആണ്. 40 കോടിയാണ് കേരളത്തിൽ നിന്ന് വന്ന ഫൈനൽ കളക്ഷൻ. ഈ സിനിമകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? കമൻറ്റ് ബോക്സിൽ ഇടുക.